കൂട്ടുകാരെ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന ഒരു വാഗണാറുമായിട്ടാണ്. വാഗണാർ VXi ആണ്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത്. ഫുള്ള് ബ്ലാക്ക് കളറായിട്ട് ഒരു കുറ്റം കുറവൊന്നും കാര്യമായിട്ട് പറയാനില്ലാത്ത ഒരു നല്ലൊരു വണ്ടി ഉണ്ടാകും. അപ്പോൾ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് അടിച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർ ആർക്കെങ്കിലും ഇതുപോലെ വണ്ടികളൊക്കെ നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മളെ വിളിക്കാം കേട്ടോ. അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഗണാർ VXiയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നതെന്ന് പറഞ്ഞു. VXi ആകുമ്പോൾ നിങ്ങൾക്കറിയാം, അത് ബാക്ക് വൈപ്പർ, 4 ഡോർ പവർ വിൻഡോ, പിന്നെ അതുപോലെ തന്നെ ഈ മിറർ അഡ്ജസ്റ്റബിൾ മിററാണ്, ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് തൊട്ട് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടില്ല, ഫ്ലഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് തന്നെ ഒരു കുറ്റം പറഞ്ഞ് തുടങ്ങാം. ഈ ബോണറ്റ് ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്, ബോണറ്റ് മാറ്റി പുതിയ ബോണറ്റ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്തുകൊണ്ടാണ്, ഇടിയാണോ മറ്റേ തേങ്ങ വീണതാണോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെല്ലറോട് ചോദിക്കണേ. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തെ കുറിച്ച് എടുക്കാം. ബോണറ്റ് പിന്നെ നോക്കേണ്ട കാര്യമല്ലോ, നല്ല വൃത്തിയും വെടുപ്പായിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി ഫ്രണ്ടൊക്കെ നോക്കുവാണെങ്കിൽ ഇതാണ്. ഇതിൻ്റെ അടിവശമൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ ഇനി ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ടച്ചപ്പൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചോളൂ. കാരണം ഒന്നും അങ്ങനെ ഇല്ല എന്നൊന്നും പറയാൻ മാത്രം നമുക്ക് ഉറപ്പൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പരിശോധിക്കുന്ന മെഷീനും അതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങളെപ്പോഴും ഒരു വാഹനം, ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കാതെ ഒരാളെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ദൈവാദിയൊക്കെ വരുമ്പോൾ ഇവിടെ ഒന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ. പെയിൻറ്റിങ്ങിൻ്റേതായ യാതൊരു കുഴപ്പം കാണാനില്ല. ഇത് ഈ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, സെറ്റപ്പാണ്. ഇവിടെ ഒന്നും കുഴപ്പങ്ങളൊന്നും കാണാനില്ല. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണാൻ പറ്റാറുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു വെളിച്ചം കൂടുതലടിക്കാൻ ഇപ്പോൾ കാണണ്ട, ഒരു കുഴി കണ്ട ഡോറിൻ്റെ അവിടെ ഒരുപാട് അങ്ങനെ ഒരു സ്ക്രാച്ച് ഇപ്പോൾ കണ്ടു കേട്ടോ. ഈ കാണുന്നതാണ്. സൈഡിൽ നോക്കുമ്പോൾ കാണില്ല, വെളിച്ചം കൂടുതലായാൽ അങ്ങനെ 2-3 കുത്ത് ആ ഡോറുമ്മ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും പ്രശ്നങ്ങളില്ല. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സെറ്റാണ്. ടയറൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം 60% മുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 60% മുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടയറുകൾ ഉണ്ട്. ഇനി ബാക്ക് ലുക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒന്നും പെയിൻറ്റിൻ്റേതായ യാതൊരു കുഴപ്പമില്ല. അതാണ് ഞാനങ്ങനെ അധികം എടുത്ത് കാണിക്കാതെ കഴുകി കൂട്ടപ്പനായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ വേണമെങ്കിൽ എസ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ഒരു വളരെ ചെറിയ സംഭവങ്ങളാണ് ഞാൻ കാണിച്ചു തോന്നുന്നു. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ബോണറ്റ് മാറ്റിയ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫസ്റ്റ് തന്നെ. നല്ല വൃത്തിയും വെടുപ്പായിട്ടിരിക്കുന്ന ഒരു വണ്ടി. ഇനി 2011 മോഡലാണ്, 2010 മോഡലാണ്, 2011 രജിസ്റ്റേർഡാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിലും ഇവിടെയൊക്കെ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കാര്യമായ ചെളിയൊന്നും അഴുക്കൊന്നും കാണാനില്ല. ഒരു പക്ഷേ പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി ഇട്ട എന്താവാം. പിന്നെ ഈ സ്റ്റിയറിങ്ങിൻ്റെ അവിടുത്തെ എന്താ പറയുക, സ്ഥിര ഉപയോഗം കൊണ്ടുണ്ടാവുന്ന ഒരു സാധനമല്ലേ, അത് മാത്രമാണ്. സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തുള്ള ഡാഷ്ബോർഡൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല വൃത്തിയാക്കി ഇടുന്നു. എനിക്ക് തോന്നുന്നു ഇൻറ്റീരിയറൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി ഇട്ടിരിക്കുന്നതായിരിക്കണം. കാരണം ഇത് എവിടെ കാണാം, അത്രേ ഉള്ളൂ. ആ പിടുത്തത്തിൻ്റെ അവിടെ നോക്ക്, ആ ലോക്കൊക്കെ തുറക്കുന്നിടത്ത് ടോപ്പ് ഈ ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ്. ബാക്കിലേക്ക് നോക്കുമ്പോഴും നല്ല വൃത്തിയാക്കി നിലവിൽ കിടക്കുന്നൊരു വാഹനമാണ് ഉണ്ടാവുക. ഒന്നും വേറെ കംപ്ലൈൻറ്റുകളോ വേറെ വൃത്തികേടൊന്നും ഇല്ല. വേണ്ട, സീലിങ്ങൊക്കെ നോക്ക്, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കണല്ലേ. ഒരു വാഗണാർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല വൃത്തിയും വെടുപ്പൊക്കെയുള്ള ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. നല്ല അത്യാവശ്യം എന്നിട്ട് പറയാം, ഇൻറ്റീരിയറൊക്കെ കാശ് മുടക്കി ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് സീറ്റിൻ്റെ ഒരു സെറ്റപ്പ്. ഉള്ളിലും ബ്ലാക്ക് തന്നെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ. എക്സ്റ്റീരിയറും ബ്ലാക്കാണ്, ഇൻറ്റീരിയറും ബ്ലാക്കൊക്കെ തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഇനി ഓടിയിട്ടുള്ള കിലോമീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1,30,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് ഓണറാണ്. നേരത്തെ മോഡലിനെ കുറിച്ച് പറഞ്ഞ ശ്രദ്ധയിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. 2010 നവംബറാണ്, അതായത് ലാസ്റ്റ് മോഡലാണ്. രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത് 2011 ആണ്. പിന്നെ പറയാനുള്ളത് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ബോണറ്റൊക്കെ പുതിയ നോക്കാം നമുക്ക്. അപ്പോൾ ഇതേ ബോണറ്റൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ബാറ്ററിയുടെ അവിടെ നോക്കുകയാണെങ്കിൽ 2023 കാണുന്നത്. ഏകദേശം അതിനൊന്നും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ കഴുകിയപ്പോൾ കുറച്ച് വെള്ളത്തുള്ളികൾ വീണിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. അപ്പോൾ പാക്കിങ് കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് പൊട്ടിയതായിട്ടോ ലീക്കുള്ളതായിട്ട് കാണുന്നില്ല. ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇവിടെ ഉള്ളിലൊന്നും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല. നിങ്ങളെന്ത് തന്നെയായാലും നിങ്ങൾ വന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് വണ്ടി വാങ്ങേണ്ടതുള്ളൂ. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതായത് മിക്ക വണ്ടികളുടെ വീഡിയോയിലും ചിലരെങ്കിലും
ഈ ബൈക്കിൻ്റെ കാര്യത്തിലാണ് അങ്ങനത്തെ കൂടുതൽ കണ്ടിരിക്കുന്നത്. സ്കൂട്ടറുകൾ ഇടുമ്പോൾ ചില നല്ല സ്കൂട്ടറുകൾ വന്നു കഴിയുമ്പോൾ അഡ്വാൻസ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വണ്ടി വന്ന് കാണാതെ നോക്കാതെ ഇതൊന്നും അഡ്വാൻസ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം OLX-ലായാലും ഫേസ്ബുക്കിലായാലും ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അഡ്വാൻസ് അയക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കസ്റ്റമർ ആരും അങ്ങോട്ട് വിളിച്ചിട്ട് എന്തായാലും അഡ്വാൻസ് അയക്കാൻ പറയാറില്ല. പക്ഷേ ആളുകൾ ഇങ്ങോട്ട് അഡ്വാൻസ് അയക്കട്ടെ എന്ന് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വണ്ടി വന്ന് കാണാതെ ഒരു വണ്ടി ഓടിച്ച് നോക്കാതെ പരിശോധിച്ച് നോക്കാതെ എങ്ങനെയാണ് നിങ്ങൾ അഡ്വാൻസ് അയക്കുന്നത്? അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ വണ്ടി വന്ന് നോക്കി ഉറപ്പാണെങ്കിൽ മാത്രം, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് ഒന്നിൽ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ വണ്ടി വാങ്ങുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഈ വണ്ടിയുടെ വില പറയുന്നത് 2,18,000 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെറിയ രീതിയിലൊക്കെ വില പേശലിനാൾ വിധേയപ്പെടും. 2026 വരെ പേപ്പറുണ്ട്. ഒരു വർഷം കൂടി അതിന് പേപ്പറുണ്ട്. അപ്പോൾ അത്യാവശ്യം ടച്ചപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ടെസ്റ്റ് നടത്താനായിട്ട് പ്രത്യേകിച്ച് എന്നിട്ട് പറയാം, പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. നിങ്ങൾ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നന്നായി കണ്ടതാണല്ലോ. കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും വണ്ടിയുമ്പോൾ കാണാനില്ല. അപ്പോൾ അടുത്ത വർഷം ടെസ്റ്റാണ്. 2,18,000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ചെറിയ രീതിയിലൊക്കെ വില പേശൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വിട്ട ആൾ. അപ്പോൾ ചാലക്കുടിയിലാണ്, തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത്. താല്പര്യമുള്ളവർ എത്രയും വേഗം വിളിച്ച് വണ്ടി സ്വന്തമാക്കി കേട്ടോ. മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിരുന്നു. എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.